ദേ മക്കളെ, നിങ്ങൾക്ക് ഇതാ ഇഷ്ടംപോലെ പടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹായ്, താങ്ക് യു അച്ഛാ. ദേ മീനുട്ടി നോക്കടി, കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി എല്ലാ പടക്കവും ഉണ്ട്. ആ ചേച്ചി, നമുക്കിന്ന് പൊട്ടിച്ച് രസിക്കണം. അച്ഛമ്മക്ക് ഇത്തവണ പടക്കം വേണ്ടല്ലോ. അതെന്താ, പിന്നെ എനിക്ക് പടക്കം പൊട്ടിക്കണ്ടേ? അല്ല, കഴിഞ്ഞ തവണ അച്ഛമ്മ എന്നെ പടക്കം പൊട്ടിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ അച്ഛമ്മയും പൊട്ടിക്കണ്ട. അച്ഛമ്മയുടേത് കൂടി ഞാൻ പൊട്ടിച്ചോളാം. എങ്ങനെയുണ്ട്? അയ്യടാ, അത്രക്ക് രസമൊന്നുമില്ല. എന്റെ പടക്കം ഞാൻ തന്നെ പൊട്ടിച്ചോളാം. എനിക്ക് നന്നായി പൊട്ടിക്കാൻ അറിയാം. ഈ അച്ഛമ്മേ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. ചേച്ചി, നമുക്ക് പൊട്ടിച്ചാലോ? നീ എടുക്ക്, പടക്കം എടുക്ക്. ഇതാ പൊട്ടിച്ചോ. ഹായ്, എന്ത് രസം. ഹായ് ഹായ്, നല്ല രസമുണ്ടല്ലേ. എനിക്കും തടി വരണം. അച്ഛമ്മേ, അച്ഛമ്മയ്ക്കുണ്ട്. അച്ഛമ്മ വിഷമിക്കണ്ടാന്നേ, വിഷല്ലേ. അച്ഛമ്മയും പൊട്ടിച്ചോ ഇഷ്ടം പോലെ. ഹായ്, നല്ല രസമുണ്ടല്ലേ. എടി നീലു, നോക്കിയേടി. ആ അമ്മേ, എന്തൊരു ഭംഗിയെ കാണാന്. മക്കളെ സൂക്ഷിച്ചു പൊട്ടിക്കണേ, ദേഹത്തേക്കാവാതെ നോക്കണേ. എനിക്കും വേണം. അയ്യോടെ കിങ്ങിണി, നിങ്ങൾ കൊച്ചല്ലേ, നിങ്ങൾക്ക് പടക്കം പൊട്ടിക്കാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പൊട്ടിക്കണ്ട. പറ്റത്തില്ല, ഞങ്ങൾക്ക് വേണം. പാവം കിട്ടും കിങ്ങിണി. കഴിഞ്ഞ തവണ അച്ഛമ്മ എന്നോട് ഈ ഡയലോഗ് പറഞ്ഞതാ. എന്നെ പൊട്ടിക്കാനും സമ്മതിച്ചിട്ടില്ല. നിന്നെ പൊട്ടിക്കാൻ സമ്മതിക്കാതിരുന്നത് നീ ചെറിയ കുട്ടി ആയതുകൊണ്ടാ. അവരിപ്പോ ചെറിയ കുട്ടിയാണ്, അവരിപ്പോ പൊട്ടിക്കാൻ സമ്മതിക്കില്ല. പറ്റത്തില്ല, ഞങ്ങൾക്ക് പൊട്ടിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ പൊട്ടിച്ചാലൊന്നും ശരിയാത്തില്ല. മാത്രല്ല നിങ്ങൾ കൈ പൊള്ളും ചെയ്യും. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊട്ടിക്കണ്ട. കൈ പൊള്ളിയ എന്താ ചെയ്യാ? അമ്മ, എന്താ അമ്മ, ഞങ്ങൾക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ അമ്മേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ചോക്കെ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല അമ്മേ. പ്ലീസ് പാവങ്ങൾ അമ്മേ, അവരൊന്ന് പൊട്ടിച്ചോട്ടെ അമ്മേ. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞേ പൊട്ടിക്കണ്ടാന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. അച്ഛമ്മ കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞു പൊട്ടിക്കണ്ടാന്ന്. അപ്പൊ എനിക്ക് എത്ര ദേഷ്യം വന്നെന്നോ. അതുപോലെ ഇപ്പൊ അവർക്കും ഉണ്ടാവും ദേഷ്യം. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും പൊട്ടിക്കണ്ടാന്നാ പറഞ്ഞത്. അവരുടെ ദേഹത്തേക്ക് എന്തെങ്കിലും ആവാണെങ്കിൽ നീ കൊണ്ടുപോണ്ടോ ഹോസ്പിറ്റലിലേക്ക്? അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛമ്മേ. വിഷുവിനല്ലേ ആകെ നമ്മൾ പടക്കം പൊട്ടിക്കാറുള്ളൂ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ എതിർക്കാൻ നിൽക്കരുതെന്ന്. ഈ അച്ഛൻ ഒന്നിനും സമ്മതിക്കില്ല. കിട്ടൂ കിങ്ങനെ, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പൊട്ടിക്കാം കേട്ടോ. നിന്നെ തന്നെ ഞാൻ സമ്മതിക്കാത്തതാ. ഞാനും കാര്യം പറയട്ടെ, നീയും ഇപ്പൊ പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേവൂട്ടി മാത്രം പൊട്ടിച്ചാൽ മതി. എന്ത് അച്ഛമ്മേ പറയുന്നേ? അതെ, നിന്നോട് തന്നെ. നിനക്ക് കുറച്ച് ആക്രാന്തം കൂടുതലാണ്. അതുകൊണ്ട് നിന്റെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. നിന്നോട് പടക്കം പൊട്ടിച്ചണ്ടാന്ന് എന്നെ പറഞ്ഞത്. ഞാൻ പൊട്ടിക്കും. ഞാൻ ഇന്ന് രാവിലെ മുതലേ കാത്തിരിക്കാൻ തുടങ്ങിയതാ പടക്കം പൊട്ടിക്കണം എന്നില്ല ആഗ്രഹത്തോടെ. അച്ഛമ്മ എന്നോട് ഒന്നും പറയണ്ട. ഇനി ആരും ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും പൊട്ടിച്ചോളി. ഹായ്, നല്ല രസമുണ്ടല്ലേ ചേച്ചി. ദേടി മീനുട്ടി, ഇതൊന്ന് നോക്കിയേ. ആ നോക്കട്ടെ ചേച്ചി. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈ. അയ്യോ, എന്ത് പറ്റി മീനുട്ടി? അയ്യോ, എന്റെ കൈ പൊള്ളിയേ. അയ്യോ ഷോ, ഞാൻ അപ്പളേ പറഞ്ഞതാ ഇവളോട്, നീ പടക്കം പൊട്ടിക്കണ്ടെന്ന് അപ്പളേ പറഞ്ഞതാ. അയ്യോ അമ്മ, എന്റെ കൈ. അപ്പൊ മീനുട്ടി നീ എന്താ ചെയ്തേ? ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് പടക്കം മേടിച്ചതല്ലേ, അപ്പൊ എന്റെ കയ്യിലേക്ക് കൊണ്ടു. അയ്യോ മോളെ, നോക്കട്ടെ. ഷോ, നീ എന്താ ചെയ്തു മോളെ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നല്ലോണം സൂക്ഷിക്കണമെന്ന്. അമ്മ, ഞാൻ സൂക്ഷിച്ചതാ. പെട്ടെന്ന് ഈ ചേച്ചി എന്റെ കയ്യിലേക്ക് പടക്കം തന്നു. അപ്പൊ എന്റെ കൈ പൊള്ളിയതാ അമ്മേ. വേദനിക്കുന്നുണ്ടോ നിനക്ക്? അതെ അമ്മ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ അമ്മേ. ഞാൻ ഒരുപാട് തവണ ഇവളോട് പറഞ്ഞതാ, നീ കുഞ്ഞാണ്, നിനക്ക് പടക്കം പൊട്ടിക്കാനൊന്നും ആയിട്ടില്ലാന്ന്. പക്ഷെ ഞാൻ പറയുമ്പോ അവൾക്ക് എന്നോട് ദേഷ്യ. അമ്മേ, അവളുടെ ആഗ്രഹം കൊണ്ടായിരിക്കും അമ്മേ അവൾ പൊട്ടിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൊട്ടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അമ്മേ. അത് കരുതിയിട്ട് കുട്ടികളല്ലേ, കുട്ടികളടുത്ത് പടക്കം കൊടുത്തതാ ഇങ്ങനെ ഇരിക്കും. അമ്മേ, ഇത് ഈ അച്ഛമ്മ പറഞ്ഞിട്ടാ എന്റെ കൈ പൊള്ളിയേ. ഓഹോ, അപ്പൊ കൈ പൊള്ളിന് എനിക്കാ കുറ്റം? മോളെ, അച്ഛമ്മ പറഞ്ഞത് അനുസരിച്ചാ മതിയായിരുന്നില്ലേ നിനക്ക്? അമ്മേ, എന്റെ ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ പടക്കം പൊട്ടിച്ചേ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയോ? ഏതായാലും കൈ പൊള്ളി. ഇനി തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയേക്കാൻ പറ അവളോട്. അയ്യോ, ഞാൻ പടക്കം പൊട്ടിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ എന്റെ കൈ ഇതുപോലെ പൊള്ളിയേനെ. അതെ, നിന്റെ കൈ ഇതുപോലെ തന്നെ പൊള്ളിയേനെ. അതുകൊണ്ടല്ലേ നിങ്ങളോടൊക്കെ ഞാൻ പടക്കം പൊട്ടിക്കണ്ടായിരുന്നു, സൂക്ഷിച്ച് പൊട്ടിച്ചോന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങളോട് ഞാൻ പറയുമ്പോ എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണ്. ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കൊച്ചു കുട്ടികളൊക്കെ പടക്കം കയ്യിലെടുക്കുമ്പോ ഇത് സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. അയ്യോ ചേച്ചി, ചേച്ചിക്ക് വേദനിക്കുന്നുണ്ടോ? അമ്മ, എനിക്ക് വേദനിക്കുന്നുണ്ട് അമ്മേ. എന്തെങ്കിലും ചെയ്യമ്മേ. വാ മോളെ, നിനക്ക് തണുത്ത വെള്ളത്തിൽ കൈ വെച്ച് തരാം. ആ ഓൽമെന്റ് ഉണ്ട് അവിടെ, അത് പുരട്ടി കൊടുക്ക്. വാ മോളെ, ഓൽമെന്റ് പുരട്ടി തരാം. എന്നാ വേദന നിന്നോളൂ. ഇപ്പൊ കണ്ടില്ലേ മീനുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന്? അതുകൊണ്ട് വലിയവർ പറഞ്ഞ എല്ലാവരും അനുസരിക്കണം. അയ്യോ, മീനുട്ടിക്ക് അച്ഛമ്മ പറഞ്ഞ അനുസരിച്ചാ മതിയായിരുന്നു. ഇന്ന് അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ?